വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയിൽ സമീപകാലത്ത് വലിയ ചർച്ചകൾക്ക് വഴി തുറന്ന ഒരു വിഷയമാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ BA മലയാളം സിലബസ് വിവാദം. മലയാള സാഹിത്യ പഠനത്തിന്റെ പാഠ്യപദ്ധതിയിലേക്ക് റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിയുടെയും പ്രശസ്ത സംഗീതജ്ഞ ഗൗരി ലക്ഷ്മിയുടെയും സംഗീത ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കം ഉടലെടുത്തത്. കേവലം ഒരു പാഠഭാഗം തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട സാധാരണ തർക്കങ്ങൾക്കപ്പുറം ഈ വിഷയം കേരളത്തിലെ അക്കാദമിക് സ്വാതന്ത്ര്യം, രാഷ്ട്രീയ ഇടപെടലുകൾ, യുവതലമുറയുടെ കലാപരമായ ആവിഷ്കാരങ്ങൾക്കുള്ള അംഗീകാരം, കൂടാതെ പരമ്പരാഗത കലാസങ്കല്പങ്ങളും ആധുനിക കലാരൂപങ്ങളും തമ്മിലുള്ള സംഘർഷം എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ബഹുതല വിഷയമായി വികസിച്ചു. ഈ വിവാദത്തിന്റെ വിവിധ മാനങ്ങളും ഓരോ പക്ഷത്തിന്റെയും നിലപാടുകളും അതുയർത്തുന്ന ചോദ്യങ്ങളും വിശദമായി അറിയേണ്ടിയിരിക്കുന്നു. വിവാദത്തിന്റെ കാതൽ കാലിക്കറ്റ് സർവകലാശാലയുടെ 4 വർഷ ബിരുദ കോഴ്സിലെ BA മലയാളം ഓണേഴ്സ് 3ാം സെമസ്റ്റർ സിലബസിൽ ഉൾപ്പെടുത്തിയ 2 പാഠഭാഗങ്ങളാണ്. വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന റാപ്പ് ഗാനവും ഗൗരി ലക്ഷ്മിയുടെ അജിതാഹരെ എന്ന കഥകളി സംഗീതത്തിന്റെ നൃത്താവിഷ്കാരവുമാണ് താരതമ്യ പഠനത്തിനായി സിലബസിൽ ഉൾപ്പെടുത്തിയത്. മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും പഠനത്തിന് പുതിയ മാനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പാഠഭാഗങ്ങൾ തിരഞ്ഞെടുത്തത്. ശാസ്ത്രീയ സംഗീതത്തോടും കലാരൂപങ്ങളോടും വേറിട്ട് നിൽക്കുന്ന എന്നാൽ യുവതലമുറയെ സ്വാധീനിക്കുന്ന ഒരു നവമാധ്യമ സംഗീത ശാഖയെ സാഹിത്യത്തിന്റെ കണ്ണിലൂടെ സമീപിക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുക എന്നതായിരുന്നു അക്കാദമിക് കൗൺസിലിന്റെ ലക്ഷ്യം. ക്ലാസിക്കൽ കലാരൂപമായ കഥകളി സംഗീതത്തെ റാപ്പ് സംഗീതവുമായി താരതമ്യം ചെയ്യുന്നത് കലയുടെ പരിണാമത്തെയും രൂപഭേദങ്ങളെയും കുറിച്ച് ആഴത്തിലുള്ള അക്കാദമിക് ചർച്ചകൾക്ക് വഴി തുറക്കുമെന്നും അക്കാദമിക് വിദഗ്ധർ വിലയിരുത്തി. ഈ പാഠഭാഗങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തിയതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ചില സംഘടനകളും വ്യക്തികളും രംഗത്തെത്തി. BJP സിൻഡിക്കേറ്റ് അംഗം AK അനുരാജ്, SUCI നേതാവ് ഷാജിർ ഖാൻ, കോൺഗ്രസ് നേതാവ് RS ശശികുമാർ എന്നിവർ നേതൃത്വം നൽകുന്ന സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി സർവകലാശാല ചാൻസലർക്ക് പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ താൽക്കാലിക വൈസ് ചാൻസലറായ ഡോക്ടർ P രവീന്ദ്രൻ വിഷയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായി പ്രമുഖ അക്കാദമിക് വിദഗ്ധനായ ഡോക്ടർ MM ബഷീറിനെ നിയോഗിച്ചു. അതോടൊപ്പം മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ് എന്ന ഗാനവുമായി വേടന്റെ ഗാനത്തെ താരതമ്യം ചെയ്യുന്നത് BA മലയാളം വിദ്യാർത്ഥികൾക്ക് അപ്രാപ്യമായ ഒരു പഠന വിഷയമാണെന്ന് റിപ്പോർട്ടിൽ വിലയിരുത്തി. സംഗീതപരമായ സവിശേഷതകൾ തിരിച്ചറിയാൻ മലയാളം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരിശീലനം വേണ്ടിവരുമെന്നും ചൂണ്ടിക്കാട്ടി. കഥകളി സംഗീതവും ശാസ്ത്രീയ സംഗീതവും തമ്മിലുള്ള താരതമ്യ പഠനം മലയാളം BA വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കഠിനവും അവരുടെ പരിധിക്കപ്പുറമുള്ളതുമാണെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചു. റാപ്പ് സംഗീതത്തെ ഒരു ജനപ്രിയ കലാരൂപമായി അംഗീകരിക്കാൻ കഴിയില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശിച്ചു. ഈ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പാഠഭാഗങ്ങൾ സിലബസിൽ നിന്നും ഒഴിവാക്കണമെന്ന് ഡോക്ടർ MM ബഷീർ ശുപാർശ ചെയ്തു. എന്നാൽ ഡോക്ടർ MM ബഷീറിന്റെ റിപ്പോർട്ട് അക്കാദമിക് കൗൺസിലിന്റെയും പഠന ബോർഡിന്റെയും അംഗീകാരമില്ലാതെ തയ്യാറാക്കിയതിനാൽ അതിന് നിയമസാധുതയില്ലെന്ന് പഠന ബോർഡ് നിലപാടെടുത്തു. പഠന ബോർഡ് ചെയർമാനായ ഡോക്ടർ AM അജിത് ഈ നിലപാട് ബന്ധപ്പെട്ടവരെ അറിയിച്ചു. ഒരുപുറം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിലബസിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ പഠന ബോർഡിന് ബാധ്യതയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മാത്രമല്ല, ഉത്തമ ബോധ്യത്തോടെയാണ് ഈ പാഠഭാഗങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തിയതെന്നും അവ ഒഴിവാക്കേണ്ട സാഹചര്യമില്ലെന്നും പഠന ബോർഡ് അധികൃതർ അറിയിച്ചു. ഇവിടെയാണ് രാഷ്ട്രീയം ഈ വിഷയത്തിൽ ഒരു നിർണായക ഘടകമായി മാറുന്നത്. കേരളത്തിലെ ഭരണകക്ഷിയായ CPM ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്തു. പാഠഭാഗങ്ങൾ ഒഴിവാക്കുന്നത് തിരിച്ചടിയാകുമെന്നാണ് CPM വിലയിരുത്തിയത്. റാപ്പ് സംഗീതവും കഥകളി സംഗീതവും ഉൾപ്പെടുത്തിയത് ശരിയായ നിലപാടാണെന്നും അത് സംരക്ഷിക്കണമെന്നും CPM നിലപാടെടുത്തു. നേതാവായിരുന്ന ചാൻസലർ നടത്തിയ ശ്രമങ്ങൾക്ക് കീഴടങ്ങില്ലെന്ന് സിൻഡിക്കേറ്റ് വ്യക്തമാക്കിയെന്നും ദേശാഭിമാനി മാധ്യമം റിപ്പോർട്ട് പറയുന്നുണ്ട്. BJP, കോൺഗ്രസ്, SUCI എന്നിവർക്ക് നേതൃത്വപരമായ പങ്കുള്ള സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ രാഷ്ട്രീയ തിരക്കഥയാണ് ഈ വിഷയത്തിൽ പൊളിഞ്ഞതെന്നും CPM ആരോപിച്ചു. ഇതോടെ ഈ വിഷയം ഒരു അക്കാദമിക് തർക്കത്തിനപ്പുറം രാഷ്ട്രീയ പോരാട്ടമായി രൂപാന്തരപ്പെട്ടു. ഈ വിവാദം ഉപരിപ്ലവമായ ഒരു പാഠ്യപദ്ധതി തർക്കത്തിനപ്പുറം ചില ആഴത്തിലുള്ള ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. കഥകളി സംഗീതത്തെയും റാപ്പ് സംഗീതത്തെയും ഒരേ പഠന വിഷയത്തിൽ ഉൾപ്പെടുത്തിയത് അക്കാദമിക് ലോകത്തെ പുതിയ ചിന്തകളെയാണ് സൂചിപ്പിക്കുന്നത്. യുവതലമുറയുടെ താല്പര്യങ്ങളെയും അവരുമായി സംവദിക്കുന്ന കലാരൂപങ്ങളെയും അക്കാദമിക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമമായി ഇതിനെ കാണാം. അതേസമയം റാപ്പ് പോലുള്ള ജനപ്രിയ കലാരൂപങ്ങൾക്ക് അക്കാദമിക് തലത്തിൽ എത്രത്തോളം പ്രാധാന്യം നൽകാമെന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ്. ഒരു സർവകലാശാലയുടെ സിലബസ് തീരുമാനിക്കേണ്ടത് അക്കാദമിക് വിദഗ്ധരും പഠന ബോർഡും ചേർന്നാണ്. എന്നാൽ ഈ വിഷയത്തിൽ നടന്നതുപോലെ പുറത്തുനിന്നുള്ള സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഇടപെടലുകൾ അക്കാദമിക് സ്വാതന്ത്ര്യത്തിന് ഭീഷണിയാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഡോക്ടർ MM ബഷീറിന്റെ റിപ്പോർട്ടിനെ പഠന ബോർഡ് തള്ളിക്കളഞ്ഞത് പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടതില്ല എന്ന ശക്തമായ സന്ദേശമാണ് നൽകുന്നത്.
സാധാരണയായി സിലബസ് രൂപീകരിക്കുമ്പോൾ എല്ലാ അക്കാദമിക് വിദഗ്ധരുടെയും അഭിപ്രായങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ഡോക്ടർ MM ബഷീറിനെ പോലുള്ള ഒരു പ്രമുഖ അക്കാദമിക് വിദഗ്ധൻ നൽകിയ റിപ്പോർട്ട് നിയമസാധുതയില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത് ശരിയായ പ്രവണതയാണോ എന്ന വിമർശനവും ഉയരുന്നുണ്ട്. ഈ വിഷയത്തിൽ റാപ്പർ ബേഡൻ നേരിട്ട വിമർശനങ്ങളും പ്രധാനമാണ്. ഗാനത്തിൽ പിഴവുകളുണ്ടെന്ന വിമർശനം ഒരു കലാസൃഷ്ടിയെ അക്കാദമികമായി സമീപിക്കുമ്പോൾ സ്വാഭാവികമാണ്. എന്നാൽ വേടന്റെ കലാപരമായ തിരഞ്ഞെടുപ്പുകളെയും രാഷ്ട്രീയ നിലപാടുകളെയും മുൻനിർത്തിയാണ് പലപ്പോഴും വിമർശനങ്ങൾ ഉയർന്നു വന്നത്. വേടന്റെ പാട്ടുകൾ അദ്ദേഹത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുടെ ആവിഷ്കാരമാണ്. അത്തരം ആവിഷ്കാരങ്ങളെ സാഹിത്യത്തിന്റെ കണ്ണിലൂടെ സമീപിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് സമൂഹത്തിന്റെ വിവിധ ധാരകളെ മനസ്സിലാക്കാൻ സഹായകമാകും. കാലിക്കറ്റ് സർവകലാശാലയിലെ ഈ സിലബസ് വിവാദം കേവലം ഒരു പാഠഭാഗത്തെക്കുറിച്ചുള്ള തർക്കമല്ല. അത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം, അക്കാദമിക് സ്ഥാപനങ്ങളുടെ സ്വയംഭരണ അവകാശം, പാരമ്പര്യവും ആധുനികതയും തമ്മിലുള്ള സംഘർഷം, കൂടാതെ കലയും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചർച്ചകൾക്ക് വേദിയൊരുക്കുന്നുണ്ട്. പാട്ടുകൾ ഒഴിവാക്കില്ലെന്ന പഠന ബോർഡിന്റെ തീരുമാനം യുവതലമുറയുടെ കലാപരമായ ആവിഷ്കാരങ്ങൾക്ക് അക്കാദമിക് ഇടങ്ങളിൽ ഇടം നൽകാനുള്ള ഒരു ശ്രമമായി വ്യാഖ്യാനിക്കാം. എന്നാൽ ഈ വിഷയം ഉയർത്തിയ ചോദ്യങ്ങൾ ഇപ്പോഴും പ്രസക്തമാണ്. ഒരു സർവകലാശാലയുടെ സിലബസ് എങ്ങനെ ആയിരിക്കണം? അതിൽ ആധുനിക കലാരൂപങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം നൽകണം? രാഷ്ട്രീയ താല്പര്യങ്ങൾ അക്കാദമിക് തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നത് എത്രത്തോളം ശരിയാണ്? തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഭാവിയിലും വ്യക്തമായ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, മലയാള സാഹിത്യം ഒരു മരവിച്ച പഠന വിഷയമല്ല. മറിച്ച് റാപ്പ് സംഗീതം ഉൾപ്പെടെയുള്ള പുതിയ രൂപങ്ങളെ ഉൾക്കൊള്ളാൻ അതിന് കഴിയും.